അങ്ങനെ ദില്ലിയിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ചർച്ചയാകുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. LDF-ലെ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധിയും യോഗം ഇന്ന് ചർച്ച ചെയ്യും. ഒപ്പം ലോക്സഭയിലേക്ക് വിജയിച്ച K. രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് പുതിയ മന്ത്രിയെ നിയമിക്കുന്നതിലും ഇന്ന് ചർച്ചയുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി വിലയിരുത്താൻ ഈ മാസം 16 മുതൽ 5 ദിവസത്തേക്ക് CPM സംസ്ഥാന നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. 2019-ലെ UDF അനുകൂല തരംഗം ഇത്തവണയും ആവർത്തിച്ചു എന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. പരമ്പരാഗത CPM വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നതും പാർട്ടി ചർച്ച ചെയ്യും. LDF-ലെ രാജ്യസഭാ സീറ്റ് തർക്കമാണ് ഇപ്പോൾ CPM-ന് മുന്നിലെ പ്രധാന പ്രതിസന്ധി. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട CPI, കേരള കോൺഗ്രസ് എം, RJD, NCP പാർട്ടികൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. വിജയിക്കാവുന്ന 2 സീറ്റുകളിൽ ഒന്ന് CPIM ഏറ്റെടുക്കും. രണ്ടാമത്തേത് CPIക്ക് നൽകുന്നതാണ് പരിഗണനയിൽ. കേരള കോൺഗ്രസ് എമ്മിന് മറ്റേതെങ്കിലും പദവി നൽകി അനുനയിപ്പിക്കാനാണ് ശ്രമം. CPM-ന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ആലത്തൂരിൽ നിന്ന് K. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ സംസ്ഥാന മന്ത്രിസഭയിൽ ഒഴിവ് വരും. പുതിയ മന്ത്രിയെ തീരുമാനിക്കണോ, വകുപ്പുകൾ തൽക്കാലം മറ്റാർക്കെങ്കിലും കൈമാറണോ എന്നതും യോഗത്തിൽ ചർച്ചയാകും. മാനന്തവാടി MLA OR കേളുവിനെ മന്ത്രിയാക്കാനാണ് പാർട്ടിയിലെ ആലോചന. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊപ്പം സുപ്രധാന പാർട്ടി തീരുമാനങ്ങൾക്കും ഇന്ന് സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.